ഒന്നോ കിടുക്കാച്ചി, നല്ല മഴ, അതേപോലെ നല്ല വൈബ്. കടപ്പാറ വെള്ളച്ചാട്ടം പറയുന്ന മക്കളെ, മഴക്കാലത്തൊന്നും ഈ വഴിക്കേ വരാൻ പറ്റില്ല. അമ്മാതിരി എന്താ പറയുക, കോടമഞ്ഞും നല്ല മഴ, നല്ല തണുപ്പ്. അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരിയിൽ നിന്നാണ് പുറപ്പെട്ടത്. വണ്ടാഴി കടന്ന് നല്ല മഴയാണ്. ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ നല്ല മഴയാണ്. ശരിക്കും ഈ മഴ പെയ്യുന്ന സമയങ്ങളിലൊന്നും നമ്മൾക്ക് വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവ സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല. എന്തായാലും നമ്മൾ കടപ്പാറ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ മഴക്കാലത്ത് മാക്സിമം വെള്ളച്ചാട്ടങ്ങളും പുഴ എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും ഒഴിവാക്കണമെന്നുള്ളത് നമ്മൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ വണ്ടാഴി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചിറ്റടി എത്താറായിട്ടുണ്ട്. ചിറ്റടി എത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പുഴപ്പാലമുണ്ട്. ആ പുഴപ്പാലത്തിൻ്റെ അടുത്ത് ഞങ്ങളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. മഴയെല്ലാം പെയ്ത് രണ്ട് സൈഡും ഇപ്പോൾ റബ്ബർ തൊടികളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളും എല്ലാം പച്ചപ്പായിട്ട് വളരെ ഭംഗിയോട് കൂടി തന്നെ നിൽക്കുന്നത് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വളരെ ഭംഗിയാണ്. വേനൽക്കാലം പോലെയല്ല, ഉണങ്ങി നിൽക്കുന്നതല്ല, വളരെ പച്ചപ്പാണ്, വളരെ ഭംഗിയാണ്. ഇത് വലതുഭാഗത്ത് തേക്കും തൊടിയാണ്. തേക്കുകൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു തൊടി. അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ, വലതുവശത്ത് ഒരുപാട് തെങ്ങുകളെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ചിറ്റടി എത്തുന്നതിന് മുന്നുള്ള പാലം. എല്ലാം വെള്ളങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലകളിലെല്ലാം നല്ല മഴ പെയ്യുന്നുണ്ടാവും. ആ മഴ പെയ്യുന്നതിൻ്റെ സൂചനയായിട്ടാണ് മഴവെള്ളമൊക്കെ കലങ്ങി കുത്തി ഒലിച്ച് വരുന്ന ഒരു എന്താ പറയുക സംവിധാനം കാഴ്ചയിൽ നമുക്ക് കാണുന്നത്. ഇപ്പോൾ പാടത്തൊക്കെ നിലവിൽ ഇന്നലെ രാത്രി മഴ കുറവായതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. വെള്ളം കുറവാണിപ്പോൾ. എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ബൈക്കിലാണ്, 2 ബൈക്കുകളിലായിട്ടാണ് 4 പേരാണ് പോകുന്നത്. അപ്പോൾ ബൈക്കിലാണ് പോണത്. നല്ല മഴയൊക്കെ ഉള്ളത് കാരണം കോട്ട്, ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ടാണ് പോണത്. ഒരു രക്ഷയില്ല. അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പ്, നല്ല വൈബാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ദൂരയാത്രകളൊന്നും പരമാവധി ഈ മഴയത്തൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മംഗൽ ഡാം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് കിലോമീറ്ററുകളും കൂടി കഴിഞ്ഞാൽ നമുക്ക് മംഗൽ ഡാം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലുള്ള എന്താ പറയുക മരങ്ങളാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക മംഗല ഡാമിലേക്കുള്ള യാത്ര വളരെ സുഗമമാണ്. റോഡെല്ലാം വളരെ വൃത്തിയാണ്. പോകുന്നതെല്ലാം നമ്മൾക്ക് എന്താ പറയുക വളരെ ഭംഗിയായിട്ട് ഇരു കരകളിലും അല്ലെങ്കിൽ ഇരു ഭാഗങ്ങളിലും ചെടികളും മരങ്ങളും നിറഞ്ഞുകൊണ്ട് റബ്ബർ തൊടികളും അതുപോലെ തന്നെ തെങ്ങുകളും എല്ലാം, അതുപോലെ തന്നെ നാടൻ പ്രദേശങ്ങളും നാട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് പോകാൻ കഴിയും. നാടൻ മനുഷ്യന്മാർ, സ്നേഹമുള്ള മനുഷ്യർ എല്ലാം നമ്മൾക്ക് ഈ മംഗൽ ഡാമിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ മുന്നിൽ പോകുന്ന ബസ്, പ്രൈവറ്റ് ബസ്, അത് തീർച്ചയായിട്ടും വടക്കഞ്ചേരി മുതൽ മംഗലം ഡാം ശേഷം കടപ്പാറ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന വാഹനമാണ്. ഒരുപാട് ആളുകൾ ഈ എന്താ പറയുക നമ്മുടെ ഇത് പൊതുഗതാഗതം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഇതാ കണ്ടില്ലേ, ഇതൊരു പ്രൈവറ്റ് ബസ്. അങ്ങനെ വളരെ ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇത്തിരി ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയും കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ വളരെ രസമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് മാനമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. മഴ കുറവാണ്, എന്നാലും ചെറിയ മഴ പെയ്യുന്നുണ്ട്. നമ്മൾക്ക് മൊബൈലിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി മഴ ശക്തമായിട്ടാണ്. മംഗൽ ഡാം എത്താറായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു സൂചന. മലപ്രദേശങ്ങളൊക്കെ എത്താറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മഴ കാണുമല്ലോ. അങ്ങനെ ഞാൻ മംഗലം ഡാം ഭാഗത്തേക്ക് പോവാതെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള എന്താ പറയുക വെള്ളങ്ങളെല്ലാം കൂടുതൽ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇപ്പുറത്തെ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ അവിടെ
പാസ് എടുത്തിട്ട് മംഗൽ ഡാമിൽ പാസ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴാണ് മംഗലം ഡാമും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളച്ചാട്ടവും. ഇപ്പോൾ ഡാമൊക്കെ തുറന്നിട്ടുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുക. പക്ഷേ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് കടപ്പാറയാണ്. ഇപ്പോൾ കടപ്പാറ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ മലകളിലെല്ലാം ഇപ്പോൾ വെയിലുണ്ട്, പക്ഷെ കാർമേഘം അതേപോലെ തന്നെ കാർമേഘം ഉണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. അപ്പോൾ രണ്ടും തുല്യമായിട്ട് തന്നെ ഉണ്ട്. ഈയൊരു സംഭവം എന്ന് പറയുന്നത് എന്താ സംഭവം എന്നറിയില്ല, പണ്ടത്തെ കപ്പൽ പോലെ ഉണ്ട്. കപ്പലാണോ അതിന് മണ്ണ് വരാൻ ഉപയോഗിച്ചത്? മുമ്പ് കാലത്തൊക്കെ ഈ ചളിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ മംഗൽ ഡാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സംഭവം എന്നാണ് തോന്നുന്നത്. എന്തായാലും പിന്നെയുണ്ട് സ്ഥലമൊക്കെ ഫുള്ള് ഫോറസ്റ്റ്, ഒരു രസമില്ല. മുടിയൊക്കെ പറ്റ വെട്ടി ആ ഒരു ഇല്ലാണ്ടായിട്ട് നിൽക്കുകയാണ്. നമ്മൾ തന്നെ വെട്ടിയത് തന്നെ, വേറെ ആരും വെട്ടിയതല്ല, അതിനും കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കടപ്പാറ എത്താറായിട്ടുണ്ട്. ഫുള്ള് ഫോറസ്റ്റൊക്കെയാണ് കാണുന്നത്, മുഴുവൻ ഫോറസ്റ്റും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. സൗണ്ട് കുത്തനെയുള്ള വഴി, വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം. മേടിച്ചിട്ട് ഉരുൾപൊട്ടലൊക്കെ അവരൊക്കെ ഉണ്ടാകുമ്പോഴേ കഴിഞ്ഞപ്പോൾ കടപ്പാടിൽ വലിയ കൂട്ടാണ്. ഏട്ടാ കടപ്പാറ ഏത് വഴി? കടപ്പാറ വെള്ളച്ചാട്ടാ എത്ര ഒരുപാടുണ്ടോ? ഒരു പാറക്കട്ട കൊണ്ട് വീടിൻ്റെ പുറകിൽ വന്ന് ഇരിക്കുന്നുണ്ട്. വീടുകളുടെ സൈഡിൽ തന്നെ നമ്മുടെ വിജയാണൻ്റെ ഫോട്ടോ ഫ്ലക്സ്, വലിയ വിജയാണൻ്റെ ഫോട്ടോ ഫ്ലക്സ്. അതിൻ്റെ മംഗൽ ഡാം ഉണ്ണിക്കണ്ണാറിൻ്റെ അത് പെൺകെട്ടോണ്, അല്ല കടപ്പാറയാണ്. അത് ചോദിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വഴിയാണ് കണ്ടല്ലോ. നമ്മളതിന് വേറെ ഒന്നും പറഞ്ഞു നോക്കാതെ നല്ല മഴ. പൊന്നു മൊബൈലൊക്കെ ഇപ്പോൾ നനഞ്ഞ രൂപയില്ലാണ്ടാവും പോകുന്നത്. നല്ല മഴയാണ്, കണ്ടില്ലേ വെള്ളം ഒഴുക്ക്. ഇനി കടപ്പാറ എത്തണുള്ളൂ, എത്തിയിട്ട് നമുക്ക് വീഡിയോ നോക്കാം. എന്തായാലും നല്ല ചാട്ടം. പൊന്നോ കിടുക്കാച്ചി, നല്ല മഴ, അതേപോലെ നല്ല വൈബ്. കടപ്പാറ വെള്ളച്ചാട്ടം പറയുന്ന മക്കളെ, മഴക്കാലത്തൊന്നും ഈ വഴിക്കേ വരാൻ പറ്റില്ല. അമ്മാതിരി എന്താ പറയുക, കോടമഞ്ഞും, നല്ല മഴ, നല്ല തണുപ്പ്.
പിന്നെ വണ്ടിയൊന്നും കയറുന്നില്ല അവിടേക്ക്. കേരള വന്യജീവി തോടുകാടും വെള്ളച്ചാട്ടവും പാറക്കെട്ടുകളും നിറഞ്ഞ അപകടകരമാണ് എൻട്രി ബാത്ത് ലിറ്റർ ക്ലിമ്പ്. വെള്ളച്ചാട്ടം പറഞ്ഞ ഇതാണ് കേട്ടോ. ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. ഓ അതെന്താ ഇത് പുഴയാണ് സംഭവം. ഇതൊക്കെയാണ് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ വന്നാൽ കാണാനുള്ളത്. കിട്ടുകാച്ചി പൊറവട്ടയും കറിയും. ഗ്രേവി ഗ്രേവി പിള്ളേർക്കാണ് പൊറോട്ടയും. എന്ത് പൊറോട്ട അവിടെ അവര് പിള്ളേർ പറയുന്നതേ ഒരു പോസ്റ്റ് ചരിഞ്ഞു നിൽക്കുന്നുണ്ട് വീടാറായിട്ട്. അവര് പോയിട്ട് തിരിച്ചു വരാൻ കാരണം ഒരു മരക്കൊമ്പ് ഇങ്ങനെ പൊട്ടിയില്ല പറഞ്ഞ് നിൽക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം ഇവിടെ അല്ല, നീ മോളിൽ പോണം. ഇതിനപ്പുറത്ത് ആദ്യമായിട്ട് കൊണ്ടിട്ടുണ്ട് കടപ്പാറ ഇതിലേക്ക് പോകണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും കടപ്പാറ വെള്ളച്ചാട്ടം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് നമ്മളുടെ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്